നമസ്കാരം, ഞാൻ ഡോക്ടർ റെജീന, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, മെഡിട്രൈന ഹോസ്പിറ്റൽ, കൊല്ലം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലാപ്രോസ്കോപ്പിക് സർജറി, ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജറീസിനെ കുറിച്ചാണ്. അതായത് താക്കോൽദ്വാര ശസ്ത്രക്രിയ. എന്താണ് താക്കോൽദ്വാര ശസ്ത്രക്രിയയ്ക്ക് നോർമൽ ശസ്ത്രക്രിയയിൽ നിന്നുള്ള വ്യത്യാസം? സാധാരണയായി 10 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു മുറിവുണ്ടാക്കിയാണ് നമ്മൾ യൂട്രസിൻ്റെയും അണ്ടാശയത്തിൻ്റെയും ഒക്കെ ഓപ്പറേഷനുകൾ വയറിൽ ചെയ്യുന്നത്. പക്ഷേ ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയയിൽ 1 സെൻറ്റിമീറ്റർ താഴെയുള്ള 1-2 മുറിവുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതേ ഓപ്പറേഷനുകൾ ചെയ്യുന്ന മെത്തേഡാണ് കീഹോൾ സർജറി. ഇങ്ങനെ ചെയ്യുമ്പോൾ രോഗിക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാകുന്നത്? ഒന്ന്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പെയിൻ വളരെ കുറവായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ രോഗിക്ക് എഴുന്നേറ്റ് നടക്കാനും ഭക്ഷണം കഴിക്കാനും അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. അതോടൊപ്പം തന്നെ ബ്ലീഡിങ്ങും വളരെ കുറവായിരിക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ്റെ റിസ്ക് കുറവായിരിക്കും. വളരെ കുറച്ച് ഹോസ്പിറ്റൽ സ്റ്റേ എന്നുള്ളതാണ് താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം തന്നെ രോഗിക്ക് വീട്ടിലേക്ക് മടങ്ങാനും വളരെ പെട്ടെന്ന് തന്നെ റുട്ടീൻ ആക്ടിവിറ്റീസ് റീഗെയിൻ ചെയ്യാനും പറ്റും. പ്രത്യേകിച്ചും 3 മാസമൊന്നും യൂട്രസിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു 3 ആഴ്ച 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കുന്നതാണ്.